ഹലോ ഇതാ രാവിലെ തന്നെ സൂര്യോദയം കണ്ട് നിൽക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലത്തെ പോലെ പണികളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. 3-4 ദിവസം ഇതേ ഈ കൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കാൻ തുടങ്ങിയിട്ട്. നമ്മളിപ്പോൾ രാജഗിരി ഹോസ്പിറ്റലിലാണ്. നമ്മൾ ചൊവ്വാഴ്ച തൊട്ട് ഇതായി ഇവിടെ തന്നെ. അപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എത്ര സൗകര്യം ഉണ്ടെങ്കിലും ഇവരെ മാനേജ് ചെയ്യാൻ നല്ല പാടാണ്. കാരണം പേഷ്യൻറ്റും കുറുമ്പനാണ്. കൂടെയുള്ള ഈ കുഞ്ഞു ബൈസ്റ്റാൻഡറെ കൊണ്ടാട്ടോ ഒരു നിവൃത്തിയില്ലാത്തത്. എൻ്റെ അവസ്ഥ ഏകദേശം വട്ടുപിടിക്കാറായ അവസ്ഥയായിപ്പോയി. അങ്ങനെ രാവിലെ തന്നെ അവനൊന്ന് എക്സ്റേക്ക് കൊണ്ടുപോയതാട്ടോ. ഇന്നത്തെ എക്സ്റേയുടെ റിസൾട്ട് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഇന്നെങ്കിലും ഡിസ്ചാർജ് ആണോ എന്നുള്ള കാര്യം അറിയാനായിട്ട്. അപ്പോൾ ഈ കുഞ്ഞ് ബൈസ്റ്റാൻഡറെ കൊണ്ടാട്ടോ ഒരു നിവൃത്തിയില്ലാത്ത നമ്മൾ ഈ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കല്ലേ. അങ്ങനെ എക്സ്റേ കണ്ടപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, കുറവുണ്ട്, നമുക്കിനി മരുന്ന് ഇഞ്ചക്ഷൻ മാറ്റി ഓറലാക്കാമെന്ന്. പിന്നെ സന്തോഷമായിട്ടോ. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ഒരു സെറ്റ് നൂലപ്പവും മുട്ടക്കറിയും പിന്നെ അതുപോലെ തന്നെ ദോശ ഒരു സെറ്റുമായിട്ടോ മേടിച്ചത്. കാരണം പേഷ്യൻറ്റും ബൈസ്റ്റാൻഡറും എന്താ കഴിക്കാമെന്ന് വലിയ പിടുത്തില്ല. അപ്പോൾ പിന്നെ നമ്മുടെ വീട് പോലെയല്ലോ, ഫുഡൊക്കെ ഇവിടുന്ന് തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ആ സമയത്ത് പെട്ടെന്ന് ഓർഡർ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരാനും ലേറ്റ് ആവും. അപ്പോൾ അത് കാരണം കൊണ്ട് രണ്ടും വേറെ എടുത്തേക്കണം കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞതാ ഉച്ചയായപ്പോൾ നമ്മളൊരു സെറ്റ് ബിരിയാണി ചോറും കേട്ടോ പറഞ്ഞത് മീൽസ്. അതും ഇതുപോലെ തന്നെ പേഷ്യൻറ്റിന് ആ സമയത്ത് ചിലപ്പോൾ ചോറ് വേണമെന്ന് പറയും, ചിലപ്പോൾ ബിരിയാണി വേണമെന്ന് പറയും. അപ്പോൾ നമുക്ക് ആ നേരത്ത് ധൃതി പിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ കഴിച്ച് വൈകുന്നേരത്തെ ചായയും കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബില്ലൊക്കെ റെഡിയായി, സമ്മറി കിട്ടി. നമ്മൾ വീട്ടിലേക്ക് പോകട്ടെ. എത്ര സൗകര്യമുള്ള ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ ഈ റൂമിൻ്റെ ഉള്ളിൽ ഇരിപ്പോൾ സുഖമില്ലാത്ത കാര്യം കേട്ടോ. പക്ഷെ ഒരു അമ്മ എന്ന നിലയിൽ നമ്മളിത് ഇവന്മാരൊക്കെ വന്ന് വലുതായി വരണവരെ ഇത് ചെയ്തേ പറ്റൂ. അപ്പോൾ ഇന്ന് ഇത്രയുള്ളൂ. ഓക്കെ, ബൈ, സീ യു.